differential equations. Linear differential equations. Linear differential equations. എന്തോ കാണാൻ പറ്റുന്നില്ലേ? എഴുതിക്കോളാം. A differential equation of the form dy by dx plus py equal q. A differential equation of the form dy by dx plus py equal q, where p and q are constants, or functions of x only. എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? സോറി, where p and q are constants or functions of x only is known as a first order linear differential equation. എന്താണ് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം എന്തായിരിക്കും? A differential equation of the form dy by dx plus py, capital Py, plus py equal to q, capital Q, where p and q, capital P and capital Q are constants or functions of x only, is known as a first order linear differential equation. ഒരു എക്സാമ്പിൾ പറയാമോ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്? ഇതേ ഫോമിലുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ പിയും ക്യൂ എന്താകാം? ഒന്നെങ്കിൽ കോൺസ്റ്റന്റ്സ് ആവാം, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് എക്സ് ആവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് വി കോൾ ഇറ്റ് ആസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അല്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞേ. dy by dx equal dy by dx plus 3y equal 4, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് എക്സും ആകാം കേട്ടോ. ഇതൊരു എക്സാമ്പിൾ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഫങ്ഷൻസിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ. സ്റ്റെപ്സ് എഴുതണോ? വേണ്ടല്ലോ. എങ്ങനെയാ നമുക്ക് ഇങ്ങനത്തെ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കും. എങ്ങനെയാ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണേ? ആദ്യം ഇങ്ങനെ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കും. എങ്ങനെയാ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണേ? എന്താ ഇക്വേഷൻ? ഇ റേസ് ടു, നിങ്ങൾ ഒരേ ക്ലാസ്സിലല്ലേ? ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ ഇക്വേഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ സൊല്യൂഷന്റെ ഫോം എന്താ പറഞ്ഞു? y into integrating factor is equal to integral q into integrating factor dx അല്ലേ? dx
പ്ലസ് സി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച ഇക്വേഷൻ ഇത്രയും മാത്രം. ക്യാമറ ഓഫ് ചെയ്യല്ലേ, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യണേ. ആ ഫസ്റ്റ് ടു ഇക്വേഷൻസ് അല്ല, ഇതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ ഇക്വേഷൻ. നമുക്ക് പി ഇക്വേഷനിൽ നിന്ന് കിട്ടുമല്ലോ, പി ഇക്വേഷനിൽ നിന്ന് കിട്ടും. അപ്പൊ ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കോളാം. ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ of the differential equation find the general solution of the differential equation dy by dx minus y equal cos x. dy by dx minus y equal cos x. dy by dx minus y is equal to cos x. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ? അല്ലയോ? ആണ്. അപ്പൊ ഫോം ഏതാ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഏത് ഫോമിലുള്ളതാ? dy by dx plus py equal to q ഫോമിലാണ് അല്ലേ. സോ ദിസ് ഇസ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. ദിസ് ഇസ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി എന്താ p എന്താ ഇവിടെ? p യുടെ വാല്യൂ എന്താ? p is equal to -1 അല്ലേ. q എന്താ? q എന്ന് പറയുന്നത് cos x ആണ് അല്ലേ. സോ ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ലേ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താ? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് അല്ലെ. ഇതാണ് ഇക്വേഷൻ. ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ പി യുടെ വാല്യൂ എത്രയാ? -1 ഡി എക്സ് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് പുറത്തെടുക്കുക. വാട്ട് ഇസ് ഇന്റഗ്രൽ 1 ഡി എക്സ്? എക്സ്. അപ്പൊ ഇ റേസ് ടു മൈനസ് എക്സ് ആണ് എന്ത്? നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്താ സൊല്യൂഷൻ കണ്ടുപിടിക്കുക? എന്താ സൊല്യൂഷന്റെ ഇക്വേഷൻ? നമുക്കറിയാം y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx പ്ലസ് c അല്ലേ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ഇന്റഗ്രൽ q എന്ന് പറയുന്നത് ഇന്റഗ്രൽ കോസ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് സി. ഇനി ഇന്റഗ്രൽ ഒന്ന് ചെയ്തേ. നമ്മൾ കുറെ തവണ ചെയ്തിട്ടുണ്ട് ഇതേ ടൈപ്പ് ഓഫ് ഇന്റഗ്രൽ അല്ലേ.
എങ്ങനെയാ ഇന്റഗ്രൽ കണ്ടുപിടിക്കണേ? സോൾവിങ് ഇന്റഗ്രൽ കോസ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. എങ്ങനെയാ കണ്ടുപിടിക്കണേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? ഐലേറ്റ് cos x into e raised to minus x. In equation എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? e raised to minus x divided by minus 1 അല്ലേ? മൈനസ് ഇന്റഗ്രൽ ഓഫ് d by dx ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. d by dx ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x അല്ലേ? sin x into integral of second function e raised to minus x in integral എന്ന് പറയുന്നത് e raised to minus x divided by minus 1 അല്ലേ? dx. which is equal to minus cos x e raised to minus x minus minus integral sin x e raised to minus x dx. ഇനി ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മൈനസ് കോസ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് 1 ഡി എക്സ്. which is equal to minus cos x e raised to minus cos x e raised to minus x minus sin x e raised to minus x divided by minus 1. അപ്പോൾ ഇത് പ്ലസ് ആവില്ലേ? ഇനി ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യം തന്നെയല്ലേ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയല്ലേ? അല്ലേ? അപ്പൊ ഇതിന് i എന്ന് കൊടുക്കാം അല്ലേ? സോ ഇവിടെ എന്താ ഒരു മൈനസ് 1 ഉണ്ട്. മൈനസും മൈനസും പ്ലസ് ആകും. പ്ലസ് ഐ അല്ല, ഓൾറെഡി ഒരു മൈനസ് പുറത്തുണ്ട് അല്ല, അപ്പൊ മൈനസ് ഐ ഇസ് ഈക്വൽ ടു ദിസ് എന്ന് കിട്ടി. ഇനി അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് കിട്ടും? 2i is equal to sin x e raised to minus x minus cos x e raised to minus x. i എന്താ? ഐയുടെ വാല്യൂ എന്താ? ഡിവൈഡഡ് ബൈ 2 ചെയ്യണം അല്ലേ? മൈനസ് കോസ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 കിട്ടിയോ? ഇനി എന്ത് ചെയ്യാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് പറ്റി ലേറ്റ് ആയത്? സാറ ഉറങ്ങിപ്പോയാ? ഇനി എന്താ ചെയ്യണ്ടേ? നമ്മുടെ സൊല്യൂഷൻ ഇതാണ് അല്ലെ? ഇവിടെ എന്ത് ചെയ്യാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? general solution is given by y e raised to minus x is equal to sin x e raised to minus x minus cos x e raised to minus x by 2 plus c. ഇനി എന്ത് ചെയ്യാം? ഈ റേസ് ടു മൈനസ് എക്സിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമല്ലോ. അപ്പൊ എന്താകും? ഡിവിഷൻ ആവത്തില്ലേ? y is equal to ഇവിടെ e raised to minus x കോമൺ എടുക്കാം അല്ലേ? അപ്പൊ sin x minus cos x by 2 e raised to minus x plus c by e raised to minus x എന്നാ വരാം. മുകളിലോട്ട് എടുക്കുമ്പോൾ c e raised to x എന്ന് വരും. so y is equal to sin x minus cos x divided by 2 plus c e raised to x. This is the answer. Okay. ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നോ സാറേക്ക്? പോയില്ലേ? മടിയായിരുന്നോ? മടിയെന്നാണോ മഴയെന്നാണോ പറഞ്ഞത്?
കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? ആ പറഞ്ഞു. ബോർഡ് കാണുന്നത് ക്ലിയർ അല്ലാത്തതാണോ അതോ കാണാൻ പറ്റാത്തതാണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓൺലൈൻ ആ പറഞ്ഞു. ആ ഇവിടം വരെ ക്ലിയർ ആണോ? ഇനിയിപ്പോ നമ്മൾ ഇതാ ഈ ഒരു പോർഷൻ മാത്രം എടുത്ത് സോൾവ് ചെയ്യാണ്. ഇന്റഗ്രൽ cos x e raised to minus x dx. ആ ഒരു പോർഷൻ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇത് ഓൾറെഡി നമ്മൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്, അതിന് മുന്നത്തെ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്. അത് പറയാം, നോക്കാം. ഇവിടെ ഇന്റഗ്രൽ cos x into e raised to minus x dx ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ഇന്റഗ്രൽ പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്. എന്താണ് ഇക്വേഷൻ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്താണ് പറഞ്ഞു? എന്തോ ആ പറഞ്ഞേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അതാണ് നമ്മുടെ റൂൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? cos x. cos x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് ഇന്റഗ്രൽ ഓഫ് e raised to minus x. എന്താണ്? e raised to minus x divided by minus 1. ഓക്കെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഡി ബൈ ഡി എക്സ് ഓഫ് cos x എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് e raised to minus x divided by minus 1. ഓക്കെ, ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്തു? ഇവിടെ നോക്കിയാൽ ഈ മൈനസും മൈനസും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് cos x e raised to minus x മൈനസ് ഇന്റഗ്രൽ sin x e raised to minus x dx. ഇങ്ങനെ കിട്ടും അല്ലെ. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇത് ഇവിടെ നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക? ഓൾറെഡി വി ഹാവ് എ മൈനസ് cos x e raised to minus x ഹിയർ. ഇത് ഓൾറെഡി നമുക്ക് ഉണ്ട്. മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താ? cos x ആണ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് e raised to minus x divided by minus 1 dx. മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആകും. പിന്നെ ഓൾറെഡി ഒരു പുറത്തൊരു മൈനസ് ഉണ്ടായിരുന്നു. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? I is equal to minus cos x e raised to minus x minus മൈനസ് അല്ലേ ഇവിടെ വരാ? അല്ല, മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സൈൻ എക്സ് e raised to minus x. ഇവിടെ പ്ലസ് ആകും. പിന്നെ പുറത്തുനിന്നുള്ള മൈനസ് വരുമ്പോൾ മൈനസ് ഐ ഇങ്ങനെ കിട്ടും. സോ I is equal to this എന്ന് കിട്ടും. Now we move this minus I to this side. അപ്പൊ എന്താകും? 2i is equal to sin x e raised to minus x minus cos x e raised to minus x എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താ? I എന്ന് പറഞ്ഞാൽ എന്താ? 2i ആണ് ഈ കിട്ടിയേക്കുന്നത് അല്ലെ. I എന്ന് പറഞ്ഞാൽ എന്താ? the whole divided by 2. അപ്പൊ I കിട്ടി. ഇനി എന്ത് ചെയ്യാ? ഈ ഐയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question, dy by dx
പ്ലസ് 2y ഈക്വൽ സൈൻ എക്സ്. dy by dx plus 2y equal to sin x. ഒന്ന് ചെയ്തേ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റൻ ഏത് ഫോമിലാണ്? dy by dx plus py equal to q ഫോമിലാണല്ലോ. p യും q ഒക്കെ ഐഡന്റിഫൈ ചെയ്ത ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. p എന്താ ഇവിടെ? p is equal to 2. q is equal to sin x. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ is equal to e raised to integral p dx അല്ലേ? which is equal to e raised to integral 2 dx. കണ്ടുപിടിച്ചേ. ബാഗ് എടുത്ത് വെച്ചതാണ് അവിടെ, ആ ചെയറിലെടുത്തേക്ക്. which is equal to എന്താ ആൻസർ കിട്ടിയ? e raised to എന്താ കിട്ടിയ? e raised to 2x ആണ് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി സൊല്യൂഷൻ എന്താണ്? ഇക്വേഷൻ y into integrating factor is equal to integral q into integrating factor dx plus c. which is equal to y e raised to x equal integral sin x e raised to x dx plus c. ചെയ്തോളൂ. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ചെയ്തോളൂ. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഓൺലൈൻ? പ്രണവിന് കിട്ടുന്നുണ്ടോ? പ്രണവിന് കിട്ടുന്നുണ്ടോ?
ഇങ്ങനെയാണോ കിട്ടിയത്? ഇങ്ങനെ കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയോ? ഏ ആ പുറത്തൊരു 1/2 ഉണ്ടല്ലേ, I/4. വേണമെങ്കിൽ ഇവിടെ 2 കോമൺ എടുക്കാം. ഇത്ര എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ സാറ? കഴിഞ്ഞോ? നിങ്ങൾ കഴിഞ്ഞോ? ഐശ്വര്യ, നന്ദന, പ്രണവ് കഴിഞ്ഞോ? ഐശ്വര്യ കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇനി നോക്കാം. I is equal to, ഇവിടുന്ന് 1/4 കോമൺ എടുക്കാണ്. 1/4 കോമൺ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 1/2 ഉള്ളൂ അല്ലേ? സോ വി ഹാവ് ടു ഡിവൈഡ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക? 2e⁻²x sin x minus e⁻²x cos x minus I/4 അല്ലേ? ഇനി I/4 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? I plus I/4 equal 1/4 2e⁻²x sin x minus e⁻²x cos x അല്ലേ? ഇനി I plus I/4 എന്ന് പറഞ്ഞാൽ എന്താ? 5I/4 equal 1/4 into 2e⁻²x sin x minus e⁻²x cos x. 4 ക്യാൻസൽ ചെയ്യുക. ഇനി I എന്തായിരിക്കും? I is equal to 1/5 2e⁻²x sin x minus e⁻²x cos x. ഇനി എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കിട്ടിയോ? ഫൈനൽ ആൻസർ കിട്ടി. Therefore the general solution is given by y(e⁻²x) equal 1/5 e⁻²x ഇവിടെ കോമൺ എടുക്കാം, 2 sin x minus cos x plus c. e⁻²x ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? y is equal to 1/5 2 sin x minus cos x plus c e⁻²x. ഇങ്ങനെയാണോ കിട്ടിയത്? കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞില്ലേ? നിങ്ങൾ കഴിഞ്ഞോ?
dy by dx plus 3y is equal to e raised to minus 2x. ചെയ്തോളൂ. ആ പറഞ്ഞോ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആ അതെ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ കിട്ടിയ? ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. പി എന്ന് പറയുന്നത് ഇവിടെ 3 ആണ് അല്ലേ? പി എന്ന് പറയുന്നത് 3 ആണ്. ക്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് 2x ആണ്. ഇനി ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ 3 ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 3x. ഇനി എന്ത് ചെയ്യാ? സൊല്യൂഷൻ എന്താ പറഞ്ഞേ? y ഇൻറ്റു പറയുന്നില്ലേ? പറ. y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു dx plus c അല്ലേ? which is equal to y into e raised to 3x equal integral q എത്രയാണ്? e raised to minus 2x into e raised to 3x dx plus c. അന്നേരം എന്താ ചോദിച്ചതിൽ ഏതാ ഫസ്റ്റ് എടുക്കണ്ടെന്നോ? e raised to minus 2x ഉം into e raised to 3x എന്താ? പറ. a raised to m into a raised to n എന്ന് പറയുന്നത് a raised to m plus n അല്ലേ? അപ്പൊ e raised to 3x into e raised to minus 2x എന്ന് പറയുന്നത് e raised to 3x minus 2x ആണ് which is equal to e raised to x ആണ് അല്ലേ? so y e raised to 3x is equal to integral e raised to x dx plus c. കഴിഞ്ഞോ? ആൻസർ എന്താ വരാ? ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ റേസ് ടു എക്സ് തന്നെയല്ലേ? സോ y ഇ റേസ് ടു 3x is equal to ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഇനി ഈ ഇ റേസ് ടു 3x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ y is equal to ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 3x എന്നാ വരാ പ്ലസ് സി ബൈ ഇ റേസ് ടു 3x അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 3x എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് മൈനസ് 3x അതായത് ഇ റേസ് ടു മൈനസ് 2x പ്ലസ് സി ഇ റേസ് ടു മൈനസ് 3x. ദിസ് ഈസ് എ ജനറൽ സൊല്യൂഷൻ. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഇവിടെ കിട്ടിയോ? കിട്ടിയോ?
പ്രണവിന് കിട്ടിയോ? പ്രണവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 3. dy by dx plus y by x equal x square. dy by dx plus y by x equal x square. കഴിഞ്ഞോ? എങ്ങനെയാ ചെയ്യാം? പിയുടെ വാല്യൂ എന്താ? 1/x. ക്യൂവിന്റെ വാല്യൂ എന്താ? എക്സ് സ്ക്വയർ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? e raised to integral p dx which is equal to e raised to integral 1/x dx. എന്താണ് integral 1/x dx? e raised to log x. ഇനി സൊല്യൂഷൻ എന്താ പറ? y into integrating factor is equal to integral of q into if dx plus c. അതെ. e raised to log of a function എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെയല്ലേ? So which is equal to x തന്നെ, which is equal to എന്താ കിട്ടാ? പറഞ്ഞേ പറ. x raised to 4/4 plus c അല്ലേ? So y is equal to എന്താ കിട്ടാ? x cube by 4 അല്ലേ? plus c by x. This is the general solution. Next question. Find the particular solution. Find the particular solution satisfying the given condition. ഇതെല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? നന്ദന, പ്രണവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Find a particular solution satisfying the given condition. dy by dx plus 2y tan x equals sin x, where y is equal to 0 when x is equal to pi by 3. ചെയ്തോളൂ. ആദ്യം ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കട്ടോ. നിങ്ങൾ എന്താ ഈ വാദം അതിന് സംസാരിക്കണം? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. എന്താ സംസാരിച്ചത് പറ. ഒന്നുമില്ലേ? ജ്യോതിസ് കാര്യമായിട്ടൊന്നും ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. കെമിസ്ട്രി കോമഡിയാണോ കെമിസ്ട്രി പ്രൊജക്ട്? അതിന്റെ സന്തോഷമായിരുന്ന? പിയുടെ വാല്യൂ എന്താ? പിയുടെ വാല്യൂ എന്താ? പി എന്താ? ക്യൂ എന്താ? ക്യൂ എന്താ? ക്യൂ എന്താ പറ. സൈൻ എക്സ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e raised to integral p dx, which is equal to e raised to integral 2 tan x. What is integral tan x? e raised to 2 log sec x അല്ലേ? ഇതിന് നമുക്ക് e raised to log sec square x എന്ന് എഴുതാമല്ലോ അല്ലേ? ഇനി e raised to log of a function എന്ന് പറയുന്ന ഫംഗ്ഷൻ itself ആണ് അല്ലേ? So we can write this as sec square x. Solution എന്താ? y into integrating factor is equal to integral q into integrating factor dx plus c, which is equal to
y into integrating factor എന്താ sec square x equal integral q എന്താ sin x sec square x dx plus c. ഇനി ഇത് ചെയ്യണം. What is integral sin x sec square x dx? sec square x എന്ന് പറയുന്നത് എന്തിന്റെ റെസിപ്രോക്കൽ ആ sec x? എന്തിന്റെ? കോസിന്റെ അല്ലേ? So we can write this as integral sin x by cos x into sec x എന്ന് എഴുതാമല്ലോ. സോറി, into 1 by cos x dx അല്ലേ, which is equal to integral sec x tan x dx. ഇനി എന്താണ് ഇന്റഗ്രൽ sec x tan x എന്ന് പറയുന്നത്? sec x അല്ലേ, sec x. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ, the general solution is given by sec x plus c ഇനി എന്ത് ചെയ്യുക? when y is equal to 0, x is equal to pi by 3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നിങ്ങൾ കഴിഞ്ഞോ? ഐശ്വര്യ, നന്ദന, പ്രണവ് പറയണേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇത് റബ്ബ് ചെയ്തോട്ടെ. y is equal to 0 when x is equal to pi by 3 അല്ലേ? y യുടെ വാല്യൂ തന്നിട്ടുണ്ട്, x ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. So y 0 into sec square pi by 3 equals sec pi by 3 plus c. 0 equal, what is the value of sec pi by 3? sec 60. cos 60 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2 ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2. 2 plus c, which implies c is equal to -2. ഇനി ഈ c എന്ന് പറയുന്ന വാല്യൂ അവിടെ അപ്ലൈ ചെയ്യാം. Therefore y sec square x equal sec x minus 2. That is y is equal to sec x by sec square x minus 2 by sec square x. y is equal to 1 by sec x എന്ന് പറയുന്നത് എന്താ? cos x minus 2 cos square x. This is the answer. കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 plus x square dy by d. ഇത് കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? സാറ് കഴിഞ്ഞോ? നിങ്ങൾ കഴിഞ്ഞോ? ഐശ്വര്യ, നന്ദന, പ്രണവ് കഴിഞ്ഞോ? ഐശ്വര്യ, നന്ദന, പ്രണവ് കഴിഞ്ഞോ? കഴിഞ്ഞോ? എഴുതട്ടാ, വേഗം എഴുതും.
അവിടെ കാണിച്ചു അതിന് കുഴപ്പമില്ല കേട്ടോ. സൈൻ എക്സ് ഇൻറ്റു പ്ലസ് ഫംഗ്ഷൻ ഇൻറ്റു അങ്ങനെ ഇട്ട് ചെയ്താൽ ആൻസർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ. ആ സിമ്പിൾ ഇതാണ്, രണ്ട് സ്റ്റെപ്പിൽ ആൻസർ കിട്ടിയില്ലേ. കഴിഞ്ഞ ശരിയാ. Next question, 1 plus x square dy by dx plus 2xy equal 1 by 1 plus x square when y is equal to 0 when x is equal to 1. നമുക്ക് വേണ്ട ഫോം എന്താ? dy by dx പ്ലസ് പി വൈ ഈക്വൽ ക്യൂ. ഈ ഒരു ഫോമിലല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ആ ഫോമിൽ അല്ല അല്ലേ, ഇവിടെ dy by dx കോഎഫിഷ്യന്റ് ഉണ്ട്. സോ വി ഹാവ് ടു ഡിവൈഡ് ത്രൂ ഔട്ട് ദ ഇക്വേഷൻ വിത്ത് 1 plus x square. അപ്പോൾ our equation will change to dy by dx plus 2xy divided by 1 plus x square equal 1 by 1 plus x square the whole square. ഇനി ചെയ്തോളാം കേട്ടോ. പി എന്ന് പറയുന്നത് എന്താണ്? 2xy ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ക്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇനി ചെയ്തോളാം.
കഴിഞ്ഞോ? പറഞ്ഞേ, അടുത്ത സ്റ്റെപ്പ് പറഞ്ഞ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ is equal to e raised to integral p dx which is equal to e raised to integral 2xy divided by 1 plus x square dx. ശരി, 2x. എന്താണ് ഇന്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ? എങ്ങനെ കിട്ടി? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലേ? ഇന്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. 1 പ്ലസ് എക്സ് സ്ക്വയറിന് ടി എന്ന് കൊടുക്കാം. 2x dx is equal to dt. So this will change to dt by t അല്ലേ? Which is equal to log mod 1 plus x square എന്ന് കിട്ടും. So e raised to log 1 plus x square. e raised to log 1 plus x square എന്ന് പറഞ്ഞാൽ എന്താ? 1 plus x square. ഇനി സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ പറഞ്ഞേ. y into integrating factor is equal to പറ integral of q into if dx plus c. y into 1 plus x square is equal to integral q എന്താ? 1 plus x square the whole square into 1 plus x square the whole square into integrating factor എന്താ? 1 plus x square അല്ലേ? കേട്ടില്ല. q എന്ന് പറയുന്നത് 1 by 1 plus x square ആണ് അല്ലേ? So 1 by 1 plus x square the whole square into 1 plus x square കട്ട് ചെയ്യും. അപ്പൊ എന്താ കിട്ടുക? y into 1 plus x square is equal to integral dx divided by 1 plus x square plus c. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇതിന്റെ ഇക്വേഷൻ. ഇന്റഗ്രൽ dx by x square plus a square ഇക്വേഷൻ എന്താ? tan inverse x by a അല്ലേ? which is equal to tan inverse, ഇവിടെ a യുടെ വാല്യൂ 1 ആണ്. so tan inverse x plus c y into 1 plus x square. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലേ? ഇനി എന്ത് ചെയ്യുക? y is equal to 0, x is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? y is equal to 0, x is equal to 1. എന്ത് കിട്ടും? y 0 ആകുമ്പോൾ ഇവിടെ 0 ആയി പോകും. is equal to tan inverse 1 plus c. എപ്പോഴാ tan 1 ആവുന്നത്? 45 അല്ലേ? pi by 4 which is equal to 0 is equal to pi by 4 plus c. therefore c is equal to minus pi by 4. ഇനി ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore the solution is given by y into 1 plus x square equal tan inverse x minus pi by 4. This is the answer. കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയോ? റബ്ബ് ചെയ്തോട്ടെ. കഴിഞ്ഞല്ലേ? നമ്മുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ
നമ്മൾ ഫോം എങ്ങനെയാ പറഞ്ഞേ? dy by dx പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ. ഈ ഫോമിലല്ലേ പറഞ്ഞേ? അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ഇക്വേഷൻ എന്താ പറഞ്ഞേ? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി. ഇതാണ് ഇക്വേഷൻ അല്ലേ? ഇനി സെക്കൻഡ് ഫോം നേരെ തിരിച്ചു വരാണെങ്കിലോ, ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി വൺ വൈ ഈക്വൽ ക്യൂ വൺ. ഇങ്ങനെയാണെങ്കിലോ സൊല്യൂഷൻ എങ്ങനെ മാറും? പി വൺ എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ വൺ ആണെങ്കിലോ, ഇവിടെ y വന്നിടത്തെല്ലാം എന്ത് വരും? എക്സ് വരും. എക്സ് വന്നിടത്തെല്ലാം എന്ത് വരും? y വരും. അത്രേ ഉള്ളൂ ചേഞ്ച്. അപ്പൊ സൊല്യൂഷൻ എന്താ പറഞ്ഞേ? എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി വൈ. ഇതാണ് സൊല്യൂഷൻ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ കർവ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ കർവ് passing through the origin given that the slope of the tangent to the curve at a point ordered pair xy is equal to the sum of the coordinates of the point. എഴുതിയോ? എങ്ങനെയാ ചെയ്യാ? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ കർവ്. Find the equation of a curve passing through the origin given that the slope of the tangent is equal to the sum of the coordinates. Slope of the tangent equation എന്താ പറഞ്ഞേ? Slope of the tangent is equal to dy by dx. ഇത് എന്തിനോട് ഈക്വൽ ആണെന്നാ പറഞ്ഞേക്കുന്നത്? സം ഓഫ് ദ കോർഡിനേറ്റ്സിനോട് ഈക്വൽ. അതായത് എക്സ് പ്ലസ് വൈനോട് ഈക്വൽ. നമുക്ക് വേണ്ട ഫോം എന്താ? dy by dx പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ അല്ലെ? അതായത് ഇപ്പുറത്താണ് നമുക്ക് എന്ത് വേണ്ട? വൈയുടെ ടേം വേണ്ടത് അല്ലെ? സോ ഇതിനെന്ന് റീഅറേഞ്ച് ചെയ്യാം. dy by dx മൈനസ് വൈ ഇസ് ഈക്വൽ ടു എക്സ്. ഇങ്ങനെ ആയി. ഇനി പിയുടെ വാല്യൂ എന്താ? -1. ക്യൂ എന്താ? എക്സ്. ബാക്കി ചെയ്തു ഇപ്പൊ ചെയ്തതുപോലെ. ഇത് 13 അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ സാറേ ഉണ്ടായിരുന്നല്ലേ? അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ അന്നായിരുന്നു അന്ന് അത് ഏത് ദിവസമായിരുന്നു? മൺഡേ അല്ലേ?
ഡേറ്റ് 9/10 അല്ലായിരുന്നു, 15 എഴുതിയില്ലായിരുന്നു. അന്ന് ഐശ്വര്യ ഉണ്ടായിരുന്നല്ലോ, ഐശ്വര്യ ഉണ്ടായിരുന്നില്ലേ? ഓൺലൈൻ ഉണ്ടായിരുന്നല്ലേ? ബിലാൽ ഉണ്ടായിരുന്നല്ലോ, ബിലാൽ ഉണ്ടായിരുന്നല്ലോ. ജ്യോതിസ് ഉണ്ടായിരുന്നു. മാനസില്ല, പ്രഭവില്ല, പ്രണവില്ല, വിവേക് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ഓൺലൈൻ. ആൻസർ കിട്ടിയോ? ആൻസർ എന്താ കിട്ടിയേ? സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ ഇസ് ഗിവൺ ബൈ y into integrating factor is equal to integral q into integrating factor dx plus c, which is equal to y integrating factor എന്താ? e raised to integral p dx, which is equal to e raised to integral minus 1 dx, which is equal to e raised to minus x. So y e raised to minus x is equal to integral x e raised to minus x dx plus c. എന്താ കിട്ടിയ? ലെറ്റ് ഐ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ്. എന്താ കിട്ടിയത്? അതാ പറഞ്ഞോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, which is equal to minus x e raised to minus x plus integral e raised to minus x എന്ന് പറഞ്ഞാൽ e raised to minus x divided by minus 1, which is equal to minus x e raised to minus x minus e raised to minus x, which is equal to e raised to minus x into minus x minus 1. Substitute ചെയ്യാൻ എന്താ കിട്ടുക? y e raised to minus x is equal to e raised to minus x into minus x minus 1 plus c അല്ലേ? which is equal to y is equal to minus x minus 1 plus c. ഇതാണോ കിട്ടിയ ആൻസർ? കിട്ടിയില്ലേ? നിങ്ങൾക്ക് കിട്ടിയോ? ഐശ്വര്യ, നന്ദന, പ്രണവ് കിട്ടി? എല്ലാവർക്കും കിട്ടിയല്ലോ. നമ്മുടെ ചാപ്റ്റർ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഏത് ചാപ്റ്റർ റിവിഷൻ വേണ്ടേ? ഫസ്റ്റ് ഏത്? ലാസ്റ്റ് നിന്ന് തുടങ്ങാം അല്ലേ? ഏതാ? പ്രോബബിലിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബബിലിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു. സാറ.